സാരി എടുത്ത് എനിക്കൊന്ന് കാണണം. നല്ല ചന്തമായിരിക്കും. താങ്ക് യു. നല്ല സെലക്ഷൻ, എനിക്കിഷ്ടായി. സാരിയോ അതോ വാങ്ങിച്ച നാളെയോ? രണ്ടും. ഞാൻ പോട്ടെ. ഏയ്, എപ്പോഴും ധൃതിയാ. എത്ര നാളാ ഞാൻ പറയുന്നു, നമുക്കൊരു കടൽക്കരയിൽ സ്വസ്ഥമായിരുന്ന് അല്പം കാറ്റും കൊണ്ട്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് നാളെ കോവളം വരെ പോവാം. രേവതി കല്യാണ മണ്ഡപത്തിനടുത്ത് നിന്നാൽ മതി, ഞാൻ പിക്ക് ചെയ്തോളാം. കടലിന്റെ ശംഖുമുഖത്തും ഉണ്ടല്ലോ. കടലിന് നീണ്ടുവരെയും പുറക്കാട്ടും ഒക്കെ ഉണ്ടല്ലോ. സോ യു ഡോണ്ട് ഹാവ് എ റൊമാൻറ്റിക് മൈൻഡ്. സോ നാളത്തെ പ്രോഗ്രാം ഫിക്സ്. ഓക്കെ ഓക്കെ. പോയി എവിടെയാണ് കഴിച്ചത്? അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ! ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ വീട്ടിലെ കള്ളൻ കഴിയുന്നാ തോന്നുന്നത്. ഞാൻ ഇന്നലെ മോളിലാ കിടന്നത്. എന്റെ സാരി കാണാനില്ല, കുറച്ച് രൂപയും. നീ കണ്ടോ? സാരിയല്ലേ ഇപ്പൊ വരാമെന്നുണ്ട്, പുറത്തോട്ട് വന്നുണ്ട്. തമാശ പറയരുത്, ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത്. ഇന്നലെ നീ ഇവിടെ എന്തോ തപ്പെന്ന് കണ്ടല്ലോ. ഞാൻ എന്തോ തപ്പാനാമേ, ഞാൻ സാരി എടുത്തോണ്ടാണ് നടക്കുന്നത്. രൂപയോ? രൂപയോ? അത് ഞാൻ എടുത്തൊന്നങ്ങ് വെച്ചോ. വെച്ചൊന്നും വേണ്ട, നീ എന്നെ എടുത്തു. പെട്ടെന്നൊരു ആവശ്യം വന്നു, ചോദിക്കാൻ പറ്റിയില്ല, ഞാനങ്ങ് എടുത്തു. അമ്മ സാരിയിൽ അലക്കായിട്ട് കാണും. ഞാൻ കല്യാണത്തിന് കൊടുക്കാൻ വെച്ചിരുന്ന സാരിയാ. ഞാൻ പോണു. ഞാൻ മാർക്കറ്റിനടുത്ത് വരെ ആനന്ദിന് വണ്ടി കൊടുക്കണം. സാരി തപ്പി സമയം അങ്ങ് പോയി. ഈ മുഹൂർത്തത്തിന് 1/2 മണിക്കൂരേ ഉള്ളൂ. നീ എന്നെ ആ രേവതി കല്യാണ മണ്ഡപത്തിനടുത്ത് വിട്ടിട്ട് പോ. എവിടെ? രേവതി കല്യാണ മണ്ഡപത്തിൽ. അമ്മ എന്തോന്നായി പറയുന്നത്? ആ വണ്ടിയുടെ സീറ്റ് ഇളകിയിരിക്കുക. സാരല്ല, ഞാൻ പിടിച്ചിരുന്നോളാം. അങ്ങനെ പിടിച്ചിരുന്നാൽ പറ്റത്തില്ല, വീണാലേ പൊടി പോലും കിട്ടത്തില്ല. പോകാന്ന് ഞാനെന്തെന്നോ ബൈക്കിൽ കയറി ഇരിക്കാത്ത പോലെ. നിന്റെ അച്ഛൻ കൂടുതലായിരുന്നപ്പോഴേ എന്നെ മോട്ടോർ സൈക്കിൾ ഓട്ടിക്കാൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാ ഓടിച്ചെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത്. ഓ, എന്നെ കൊണ്ടുപോകാൻ കുറച്ചിലായിരിക്കും. ഞാൻ കേൾവിയായി പോയില്ലേ? അതല്ലമ്മേ, അതിന്റെ സീറ്റ് ശരിയല്ല. പോരാ തന്നെ ടയർ കാറ്റില്ല, ബ്രേക്കും ഇല്ല. കാറ്റില്ല, സീറ്റില്ല, ബ്രേക്കില്ല. അങ്ങനത്തെ ഒരു വണ്ടിയും കൊണ്ട് എന്റെ മോൻ വെളിയിൽ പോണ്ട. നമുക്ക് രണ്ടും കൂടെ ടാക്സി പോവാം. ഹലോ, ഡ്രസ് മാറിയിട്ട് വരണം. അങ്ങനെ പറ. എങ്ങനെ പറ? ഇവിടെ സമയമായി ശല്യം ഉണ്ടാക്കാൻ വേണ്ടി. വെരി ഗുഡ്. വണ്ടിയുടെ പുറയിൽ കുളിക്കാൻ വന്നേ, വണ്ടി പിടിച്ചാൽ നിൽക്കത്തില്ല. ഞാൻ കുടുങ്ങില്ല, ഞാൻ ഉണ്ടായിരിക്കാം. മണ്ഡപത്തിന്റെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഭയങ്കര ട്രാഫിക്കാ. ഇവിടെ ഇറങ്ങി വിട്ടിട്ട് പോയാ ഞാൻ നടന്നു പോകുമ്പോ ചീത്തയാവും. ശരി ശരി ശരി. എന്റെ വണ്ടിയിൽ ഇവിടെ കൈയും കാലും ഒടിഞ്ഞു വന്നേ. അവിടെയൊക്കെ ഭയങ്കര ട്രാഫിക്കാ. എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അവിടെ ഇറങ്ങിക്കോണം. അവിടെ ഇറങ്ങിക്കോണം. നടന്നു പോണ്ടേ? അടുത്തല്ലേ, അവിടെ കൊണ്ടു വിട്ടിട്ട് പോ. നീ ഇവിടെ ഇറങ്ങി വിട്ടിട്ട് പോയാ ഞാൻ ചുമ്മാ അമ്മേ. നിർത്തിയാ മതി. ഓക്കെ, താങ്ക് യു. സൂക്ഷിച്ചു പോണേ. ഹായ്. നല്ലയാളാ. എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു. കുട്ടി, ഈ സാരി എവിടുന്ന് വാങ്ങിച്ചു? ഇവിടുന്ന് തന്നെ. നീ എന്ത് വില കൊടുത്തു? എത്ര കൊടുത്തു? എനിക്ക് ഇത് കുട്ടി വാങ്ങിച്ചതല്ലേ? അല്ല, ഇത് വാങ്ങിച്ചതാണ്. അയ്യോ അമ്മേ, ഞാനല്ലേ. കൊള്ളാമല്ലോ പെണ്ണെ. നേരെ പോലെ നടക്കുന്ന ആമ്പിളരെ മയക്കി സാരിയും മാലയും ഞാനോ? ഞാനേ കള്ള. ആ പിള്ളേർ നേരെ വളർത്തണം. എവിടെ പോയിരുന്നു? ഫ്രഞ്ച് ട്യൂഷന്.
അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. കയറിയപ്പോ കയ്യിലുണ്ടായിരുന്നു. എവിടെ പോയി? ആരെങ്കിലും പോക്കറ്റ് അടിച്ചു കാണും. ആ, വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ വിടട്ടെ. താൻ കുറെ നേരം ആയാലേ പെണ്ണുങ്ങളുടെ ഇടയ്ക്കിടന്ന് തള്ളുന്നേ. ഇതാരുടെ പേഴ്സ്? അത് എന്റെ അല്ല. ഇത് കുട്ടിയുടെ പേഴ്സാണോ? അതെ. വേഷം കണ്ട ടിപ് ടോപ്പ്. ഇതാ ഇവന്റെ ഒക്കെ തൊഴില്. ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാ. ഈ കുട്ടി ബസ്സിൽ കയറുമ്പോ ഇത് താഴെ വീണു. ഞാൻ എടുത്തിട്ട് പിന്നാലെ കയറിയതാ. ചിലപ്പോ ആയിരിക്കും. ബസ്സിൽ കയറിയതിനു ശേഷം പേഴ്സ് ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. ടിക്കറ്റ് എന്താ കാശിന്റെ കയ്യില്? അത് കാണുന്നില്ല. ഇതാ 2 ടിക്കറ്റ്. നമ്മൾ കേട്ടോ. താങ്ക്സ്. ബൈക്ക് ഇവിടെ വെച്ചിട്ട് നീ ഇവിടെ പോയി? വെറുതെ ഒന്ന് നടക്കാൻ. അത് വഴിന്ന് വെറുതെ എടുത്തതാ. വെറുതെ വഴിയുന്ന? ഞാനും ചോദിക്കട്ടെ, നീ ഫ്രഞ്ച് പഠിച്ചതല്ലേ? അതെ. അതിന് നിനക്കറിയാമോന്ന് ഞാനും നോക്കട്ടെ. ഐക്ക് എന്ത് പറയും? ഐക്കോ? യു മാൽ ലവ്. കളിച്ച് ആശാന്റെ നെഞ്ചത്ത് കയറി കളിക്കാൻ തുടങ്ങിയോ? നീ എന്താ പ്രശാന്ത് ദിഗാലിന്റെ മോളെ പ്രേമിക്കാൻ പോണോ? ഞാൻ വെറുതെ ചോദിച്ചത്. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വെറുതെ ആണല്ലോ. അതെ, വെറുതെ. എത്തോ കൊക്കോ എന്ന് ഫ്രഞ്ചിൽ പറഞ്ഞാൽ ഐ ലവ് യു എന്നർത്ഥം. എത്തോ കൊക്കോ പറ. എത്തോ കൊക്കോ. എക്സ്ക്യൂസ് മീ ശോഭ, മറ്റൊന്നും ധരിക്കരുത്. തോന്നിയത് പറഞ്ഞു പോവുകയാണ്. ഓ എത്തോ കൊക്കോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. ഓഹോ, അതാണ് ഉദ്ദേശിച്ചത്. ആ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? നീ പന്നി നടന്ന്. എന്നാലും ഇവിടെ പരമദ്രോഹി, നീ എന്നെ കൊണ്ട് ആ കിളുന്ന കുട്ടിയെ പച്ച തെറി വിളിപ്പിച്ചല്ലോടാ. ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? അച്ഛപ്പേ, നീ ഒരു കാര്യം ചെയ്യും. നീ അവളുടെ മുഖത്ത് നോക്കണ്ട. പ്രശ്നം തീർന്നല്ലോ. നിനക്കത് പറയാം. നിനക്കല്ലെങ്കിൽ എല്ലാം ഇടക്കാല ആശ്വാസമല്ലേ? എനിക്ക് അറിയാം അതിന്റെ പ്രയാസം. രാമകൃഷ്ണ, നീ ഒന്ന് തെളിഞ്ഞു പോയല്ലോ. ഏതാ കിടക്ക്? സത്യം പറ, ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടു. അത് നീ ബസ് സ്റ്റാൻഡിൽ മാറിയപ്പോഴേ എനിക്ക് മനസ്സിലായി.
എനിക്ക് അവളോട് മറ്റാരോടും തോന്നാത്ത ഒരു ഇത് അയ്യടാ എനിക്കറിയില്ല അതെങ്ങനെയാ പറയേണ്ടതെന്ന്. ഐ ലൈക്ക് ഹെർ, റാദർ ഐ ലവ് ഹെർ. എല്ലാം തുളച്ചല്ലോടാ ദ്രോഹി. ഇത്രയുള്ള കാര്യം നീ വിഷമിക്കാതെ. നീ ആ കൊച്ചിനെ എനിക്കൊന്ന് കാണിച്ച. അത് കൈ വെച്ചിരുന്നാ മതി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അരുളിയാൽ മാത്രം മതി ഗുരു. എന്നാ അങ്ങനെ അങ്ങനെ. നീ നന്നാവുന്ന കാര്യമല്ലേ? എന്നാ കേട്ടോ, ഇപ്പോ ഞാൻ പോലെ കഴിഞ്ഞല്ലോ. ഒന്ന് പറയടാ. ശരി, ആദ്യമായിട്ട്